നമസ്കാരം. ജൂൺ മാസം 11-ാം തീയതി കഴിഞ്ഞാൽ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരു പൂർണ്ണമായ മാറ്റം കണ്ടു തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. പണപരമായി, അതായത് ധനവുമായി ബന്ധപ്പെട്ട വലിയ ഒരു മാറ്റം ഉണ്ടാകും. പ്രണയിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ അത്ഭുതകരമായ സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിക്കും. കുടുംബത്തിലും സമാധാനം, നഷ്ടപ്പെട്ടു പോയ സമാധാനം മടങ്ങിയെത്തുന്ന സമയമാണ് ജൂൺ മാസം 11-ാം തീയതി കഴിയുന്നതോടുകൂടി വന്നു ചേരാൻ പോകുന്നത്. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വെറും പ്രവചനം മാത്രമല്ല ഇത്. ജ്യോതിഷത്തിൽ അതീവ പ്രാധാന്യമുള്ള രണ്ട് ഗ്രഹങ്ങളായ ബുധനും ശുക്രനും ഒരേ ദിവസമാണ് നക്ഷത്രമാറ്റത്തിന് ഒരുങ്ങുന്നത്. അപ്പോൾ ഈ അപൂർവമായ ഗ്രഹ ചലനം ചില രാശിക്കാർക്ക് അസാധാരണമായ ഭാഗ്യഫലങ്ങൾ തന്നെയായിരിക്കും ജീവിതത്തിൽ നൽകാൻ പോകുന്നത്. ബുദ്ധി, വ്യാപാരം, ആശയവിനിമയം, കച്ചവടം എന്നിവയുടെ അധിപനാണല്ലോ ബുധൻ. ആ ബുധൻ 2026 ജൂൺ 11 രാവിലെ 11 മണി കഴിഞ്ഞ് 30 മിനിറ്റോടുകൂടി പുനർവസു നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും. തുടർന്ന് ഓഗസ്റ്റ് 8 വരെ ആയിരിക്കും ബുധൻ അവിടെ തുടരുന്നത്. അപ്പോൾ ജൂൺ 11 മുതൽ വരുന്ന ഓഗസ്റ്റ് 8 വരെ ബുധൻ അവിടെ തന്നെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് തുടരുന്നത്. അതേസമയം തന്നെ സൗഭാഗ്യം, മനുഷ്യനിടയിലുള്ള സ്നേഹം, ആഡംബരം, ഐശ്വര്യം എന്നിവയുടെ കാരകമാരാണ് ശുക്രനാണ്. അങ്ങനെയുള്ള ശുക്രൻ ഉച്ചയ്ക്ക് 2:11 അതായത് ജൂൺ 11 ഉച്ചയ്ക്ക് 2:11 ശുക്രന്റെ മാറ്റവും ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ജൂൺ 23 വരെയായിരിക്കും ശുക്രന്റെ ഈ മാറ്റം നിലനിൽക്കുന്നത്. അങ്ങനെ പ്രബലരായ രണ്ട് ഗ്രഹങ്ങളുടെ മാറ്റമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ മാറ്റം എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തിരിമറികൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് ഇത് 4 രാശിക്കാർക്കായിരിക്കും ഈ സമയം ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നത്. അപ്പോൾ ആ 4 രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ, കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിയാണ് 4 രാശികളിൽ ആദ്യത്തേത്. അപ്പോൾ ഇടവം രാശിക്കാർക്ക് ഈ ഒരു ഗ്രഹമാറ്റം സാമ്പത്തികമായ ഒരു ആശ്വാസത്തെ തന്നെയായിരിക്കും ജൂൺ 11-ാം തീയതിക്ക് ശേഷം മുതൽ തുടങ്ങുന്നത്. ഏറെ നാളായി മുടങ്ങിക്കിടന്ന ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ചലനം നിങ്ങൾക്ക് കാണാനായി സാധിക്കുന്നതാണ്. പണം വന്നു ചേരുന്നതിനുള്ള വഴികൾ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ആളുകൾക്ക് വഴികളൊക്കെ തുറക്കുന്നതായ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷമായ വാർത്തകളൊക്കെ ശ്രവിക്കുവാൻ സാധിക്കും. വീട്ടിലൊരു സമാധാന അന്തരീക്ഷം സംജാതമാവും. കലഹങ്ങളൊക്കെ നിറഞ്ഞ ഗൃഹമാണെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. ബന്ധങ്ങളിൽ ഉണ്ടായിരുന്നതായ അകലമൊക്കെ മാറി തുടങ്ങും. അതേപോലെ പ്രണയിക്കുന്ന ആളുകൾക്കും നല്ലൊരു പുരോഗതിയൊക്കെ കാണാൻ സാധിക്കുന്ന പുരോഗതി എന്ന് പറയുമ്പോൾ ആ പ്രണയം വിവാഹ ബന്ധത്തിലേക്കൊക്കെ എത്തുന്നതായ ഒരു സമയം. വിവാഹം സംബന്ധിച്ച കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അനുകൂല തീരുമാനങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും 11-ാം തീയതി, അതായത് ജൂൺ 11-ന് ശേഷം കൂടുതലായി കാണുന്നുണ്ട്. യാത്രാഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹം പ്രധാന കാര്യങ്ങൾക്ക് പോകുന്നതിന് മുൻപേ നേടാനായിട്ടും പ്രത്യേകം ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും ഈ ഒരു സമയം 11-ാം തീയതി ജൂൺ 11-ന് ശേഷമുള്ള സമയം ഒരു ജീവിതത്തിലേക്ക് പ്രകാശം വന്നു ചേരുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഏറെ നാളുകളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വിഷമതകൾ പതിയെ പതിയെ മാറി തുടങ്ങുന്ന സമയമാണ്. കുടുംബാംഗങ്ങൾക്കിടയിലുള്ള പിന്തുണ ഒന്ന് ശക്തമാകുന്നതാണ്. തകർന്ന ബന്ധങ്ങൾ വീണ്ടും ഒത്തുചേർന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. പ്രണയ ജീവിതത്തിലും സന്തോഷകരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. സ്നേഹബന്ധങ്ങൾക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കുവാനായിട്ടൊക്കെ സാധിക്കുന്ന സമയമാണ്. ജോലി സ്ഥലത്ത് എന്തെങ്കിലും കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടോ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടുകയും പുതിയ ജോലി അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന സമയം കൂടിയാണ്. ഭൂമി, അല്പം എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പോലെ അല്പം ഭൂമി വാങ്ങാൻ സാധിക്കും. അതേപോലെ വീട്, വാഹനം തുടങ്ങിയ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അനുകൂലമായ സാധ്യത സൂചനകൾ എന്നിവയൊക്കെ കാണുന്നുണ്ട്. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്യരാശിക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഈ ഗ്രഹമാറ്റം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന സമയമാണ്. ഇതുവരെ ആശയക്കുഴപ്പത്തിലായിരുന്ന പല കാര്യങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ ആശയക്കുഴപ്പങ്ങൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു വ്യക്തത വന്നു ചേരുന്ന സമയമാണ്. ബുദ്ധിപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. സർഗാത്മകത, അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടന്നതായ പല കഴിവുകളും കൂടുതൽ തെളിയുന്ന അല്ലെങ്കിൽ കഴിവുകളെ പുറത്തേക്ക് എടുക്കുവാനായിട്ട് ഇവിടെ ബുധന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസം, കല, എഴുത്ത്, മീഡിയ
ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പ്രത്യേക ഭാഗ്യം ജൂൺ 11 ശേഷം വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ മുതിർന്നവരുടെ അനുഗ്രഹം ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരും. അതുകൊണ്ട് പ്രധാന ഇൻ്റർവ്യൂ, അതേപോലെ പ്രധാന കാര്യങ്ങൾക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ഗൃഹത്തിൽ മുതിർന്ന ആളുകൾ, മാതാപിതാക്കളുടെ, മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് അനാവശ്യമായ ഭയങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ കുറച്ച് നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ പൂർണ്ണ വിജയം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒരുപാട് സഹായിക്കുന്നതാണ്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ, അതായത് തുലാം രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്കും ഇവിടെ വലിയൊരു മാറ്റത്തിൻ്റെ കാഹളം മുഴങ്ങുന്ന സമയമാണെന്ന് പറയാൻ കാരണം, ഒരുപാട് നാളുകളായി തുലാം രാശിക്കാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലിയിൽ നിന്ന് വരെ പുറത്താക്കപ്പെട്ട സാഹചര്യങ്ങൾ കമൻ്റൊക്കെ ഓരോരുത്തർ ചെയ്യാറുണ്ട്. അപ്പോൾ ധനപരമായിട്ടും മാനസികമായിട്ടും വലിയ ടെൻഷൻ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പതിയെ മാറി ജീവിതത്തിൽ ഒരു ലാഭം ഒക്കെ വന്നു ചേരുന്നതായ സമയമാണ്. പ്രണയിക്കുന്ന ആളുകളാണെങ്കിലും അതിനിടയിൽ ഉണ്ടായിരുന്നതായ തർക്കങ്ങളൊക്കെ മാറി മനസ്സിനൊരു സമാധാനം, കുടുംബത്തിൽ സമാധാനം, സന്തോഷം ഒക്കെയും വന്നു ചേരുന്നതാണ്. മാനസികമായും വലിയൊരു ആശ്വാസം ലഭിക്കുന്ന കാലയളവ് തന്നെയാണ്. ഇതുവരെ തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും വീണ്ടും ധൈര്യമായി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ മാറ്റം എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഫലമായിരിക്കില്ല എല്ലായ്പ്പോഴും നൽകുന്നതും. അപ്പോൾ ഒരാളുടെ ജനനസമയം, അതേപോലെ തന്നെ ദശാകാലം, ജാതകത്തിലെ ഗ്രഹനില എന്നിവയൊക്കെ പ്രകാരം നോക്കുമ്പോൾ വ്യത്യാസങ്ങളൊക്കെ വരും. അതാണ് നിങ്ങളിപ്പോൾ പറയുന്നത്, ഈ ഗ്രഹമാറ്റങ്ങൾ നടക്കുമ്പോൾ പറഞ്ഞ ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നില്ലല്ലോ. അതിന് പിന്നിലുള്ള കാരണം പൊതുഫലമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ജനിച്ച സമയം, ദശാകാലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഫലങ്ങളിലുള്ള വ്യത്യാസങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. എങ്കിലും ഈ 4 രാശിക്കാർക്ക് ജൂൺ മാസം ജീവിതത്തിൽ പുതിയ പല പ്രതീക്ഷകളും അല്ലെങ്കിൽ മുന്നേറ്റങ്ങളും ഒക്കെ വരുന്ന ഒരു സമയം തന്നെയായിരിക്കും. അപ്പോൾ അടുത്തത് ജൂൺ മാസത്തിലേക്കാണ് നമ്മൾ ചുവടുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ജൂൺ 11 ശേഷമുള്ള സമയം പ്രബലരായ 2 ഗ്രഹങ്ങളുടെ മാറ്റമാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാവിജയം ഉണ്ടാകും. അതേപോലെ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ പുതിയ കോഴ്സിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ബുധൻ്റെ അനുഗ്രഹം നമുക്ക് നന്നായി വേണം. എന്തുകൊണ്ടെന്നാൽ ആഗ്രഹിച്ച വിഷയത്തിൽ തുടർ പഠനം വേണം, അല്ലെങ്കിൽ ആഗ്രഹിച്ച കോളേജിൽ പഠിക്കണം. ഇതൊക്കെ ബുധൻ്റെ അനുഗ്രഹവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചില ഗ്രഹങ്ങളുടെ ഒരു അനുഗ്രഹക്കേട് അല്ലെങ്കിൽ അവരുടേതായ ചില മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കയ്യിൽ എത്തി എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ വരെ തടസ്സപ്പെട്ടു പോകാനൊരു സാധ്യതയുമുണ്ട്. എന്നാൽ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 4 രാശിക്കാർക്ക് നല്ലൊരു ഭാഗ്യത്തിൻ്റെ സമയമാണ് 11-ാം തീയതിക്ക് ശേഷം വന്നു ചേരുന്നത്. അപ്പോൾ വിദ്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്കൊക്കെ വളരെയധികം നിങ്ങൾക്ക് സരസ്വതി വിളയാട്ടം ഉണ്ടാകുന്ന സമയം എന്ന് പറയാറില്ല, അതേപോലെ വാക്ചാതുര്യം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ 4 പേര് മതിക്കുന്ന നിലയിലേക്കൊക്കെ ഉയർച്ചയെത്തുന്ന വലിയൊരു ഭാഗ്യത്തിൻ്റെ സമയമാണ് 11-ാം തീയതിക്ക് ശേഷം. 11-ാം തീയതിക്ക് മുൻപേ അല്ല, ജൂൺ 11 ശേഷം തുടങ്ങാനായി പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ മാനസിക പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ മാറ്റിവെച്ചുകൊള്ളൂ. നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും കൈ നീട്ടി സ്വീകരിക്കാനായി കാത്തിരുന്നുകൊള്ളൂ. വലിയൊരു മാറ്റമാണ് വന്നു ചേരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെതായ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകട്ടെ. എങ്കിലും പൂർണ്ണമായ മാറ്റം, പൂർണ്ണമായ ഫലം ലഭിക്കുന്നത് 4 രാശിക്കാർക്ക് മാത്രമാണ് എന്നത് മനസ്സിലാക്കുക. മറ്റൊരു അധ്യായവുമായി വീണ്ടും വരുന്നത് വരെ നന്ദി, നമസ്കാരം.